അഡോൾഫ് ഹിറ്റ്ലർ 1889 ഏപ്രിൽ 20 ഓസ്ട്രിയയിലെ ബ്രൗണോ ആം ഇൻ നംബർഗ് എന്ന ഗ്രാമത്തിൽ ജനിച്ചു. അച്ഛൻ ആലോയ്സ് ഹിറ്റ്ലർ കസ്റ്റംസ് ഓഫീസറായി ജോലി ചെയ്തു. മാതാവ് ക്ലാര ഹിറ്റ്ലർ വീട്ടമ്മയായിരുന്നു. ഹിറ്റ്ലറിന്റെ ബാല്യം സങ്കീർണവും കഠിനവുമായിരുന്നുവെന്ന് പറയും. അച്ഛൻ കഠിന ശാസനകളും ശാരീരിക പീഡനങ്ങളും നടത്തിയിരുന്നുവെന്ന് ചില വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. വിദ്യാഭ്യാസത്തിൽ വലിയ താൽപര്യം കാണിച്ചിരുന്നില്ല, പക്ഷേ ചെറുപ്പത്തിലെ ചിത്രകലയിൽ ആകൃഷ്ടനായി. എന്നാൽ വീനയിലെ ഫൈൻ ആർട്സ് അക്കാദമിയിൽ പ്രവേശനം നേടാൻ ശ്രമിച്ചെങ്കിലും 2 തവണയും പരാജയപ്പെട്ടു. 1914 ആദ്യ ലോകമഹായുദ്ധം ആരംഭിക്കുമ്പോൾ ഹിറ്റ്ലർ ബവേറിയൻ രാഷ്ട്രസേനയിൽ ചേർന്നു. യുദ്ധത്തിൽ കാണിച്ച ധീരതയ്ക്കായി വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചു. എന്നാൽ ജർമ്മനിയുടെ പരാജയം അദ്ദേഹത്തെ തീർത്തും നിരാശനാക്കി. യുദ്ധത്തിനു ശേഷം ഹിറ്റ്ലർ ജർമ്മൻ തൊഴിലാളി പാർട്ടിയിൽ ചേർന്നു. പിന്നീട് അതിനെ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ തൊഴിലാളി പാർട്ടി നാസി പാർട്ടി ആയി മാറ്റി. അദ്ദേഹത്തിന്റെ ഉഗ്രരാഷ്ട്രവാദവും യഹൂദ വിരോധവും പാർട്ടിയുടെ മുഖ്യ ആശയങ്ങളായിരുന്നു. 1933 ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി നിയമിതനായി. അധികാരം നേടിയതിനു പിന്നാലെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കി ഏകാധിപത്യ ഭരണത്തെ ശക്തിപ്പെടുത്തി. 1939 പോളണ്ടിനെ ആക്രമിച്ചതോടെ 2ാം ലോകമഹായുദ്ധം ആരംഭിച്ചു. ഹിറ്റ്ലറുടെ നേതൃത്വത്തിലെ നാസി ജർമ്മനി യൂറോപ്പിൽ വ്യാപിച്ചു. എന്നാൽ 1945 സഖ്യരാഷ്ട്രങ്ങൾ ജർമ്മനിയെ പ്രതിരോധിക്കാനാകുന്നത് തുടങ്ങി. 1945 ഏപ്രിൽ 30 ബർലിനിലെ ബങ്കറിൽ ഹിറ്റ്ലർ സ്വയം വെടിവെച്ചു മരിക്കുകയായിരുന്നു. ഇതോടെ 2ാം ലോകമഹായുദ്ധം അവസാനിക്കാനും നാസി ഭരണത്തിന്റെ അവസാനവുമായി. ഹിറ്റ്ലറിന്റെ രാഷ്ട്രീയവും യുദ്ധവുമായി ബന്ധപ്പെട്ട നിലപാടുകളും ലോകത്തിന് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി. 60 ലക്ഷത്തിലധികം യഹൂദരെയും അശൃംഖലയിൽപ്പെട്ടവരെയും കൊല്ലിച്ച ഹോളോകോസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും നടുക്കമുള്ള ദുരന്തങ്ങളിലൊന്നാണ്. ഹിറ്റ്ലറുടെ ഏറ്റവും ക്രൂരമായ പ്രവർത്തനം ഹോളോകോസ്റ്റാണ്. 6 ലക്ഷത്തിലധികം യഹൂദരെ നരഹത്യാ ശിബിരങ്ങളിൽ കൊല്ലുകയായിരുന്നു. നാസി പാർട്ടിയുടെ ഔഷധപരീക്ഷണങ്ങൾ, ഗ്യാസ് ചേംബറുകൾ, അടിച്ചമർത്തലുകൾ എന്നിവ മനുഷ്യാവകാശങ്ങളുടെ വലിയ ലംഘനമായിരുന്നു. ഹിറ്റ്ലറിന്റെ ജീവിതം അധികാരലാലസയുടെയും വിദ്വേഷത്തിന്റെയും കഥയാണ്. ചരിത്രം അദ്ദേഹത്തെ ഒരു ക്രൂരനായ ഡിക്റ്റേറ്ററായും മനുഷ്യത്വഹീനനായ ഭരണാധികാരിയായി. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.